Dear students, today we are going to discuss on the topic Total Quality Management, an area from Advanced Management Accounting. And what is Total Quality Management? Total Quality Management is a concept that originated in 1960s, and it is a term first coined by US Naval Air System Command. It is a management approach to long-term success through quality improvement and thereby customer satisfaction. So TQM എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. അത് TQM എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ജപ്പാനിൽ നിന്നാണ്. ഒരു മോഡേൺ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് TQM എന്ന് പറയുന്നത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് TQM എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിൽ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് ഇൻവോൾവ്ഡ് ആണ്. സോ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ TQM എന്നുള്ളൊരു ടേം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 3 ടേംസ്. ഏതൊക്കെയാണ് ആ 3 ടേംസ് എന്ന് പറഞ്ഞ്? ഫസ്റ്റ് ഈസ് ടോട്ടൽ, ദെൻ ക്വാളിറ്റി ആൻഡ് third one is management. So total means everybody in the organization is involved in this process. Okay, and quality means it means meeting customer requirement. The ultimate aim of TQM or total quality management is customer satisfaction by providing quality goods and services to customers. Okay, and last term എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. ദ ടോപ്പ് മാനേജ്മെൻറ്റ് ലീഡ്സ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് ദീസ് 3 ടേംസ്: ടോട്ടൽ, ക്വാളിറ്റി ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, ദെൻ ലെറ്റ് us see meaning and definition of total quality management. Richard Schonberger gave a shorthand definition for TQM, that is continuous customer-centered employee-driven improvement. And the International Organization for Standardization defined TQM as a management approach to organization centered on quality based on the participation of all its members and aimed at long-term success through customer satisfaction with benefit to members of the organization and the society. Okay, then TQMൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പ്രാഗ്മാറ്റിക് ലോങ് ടേം കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. സോ TQM എന്ന് പറയുന്നത് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോങ് ടേമിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അറ്റ് എ ടൈം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിലൂടെ നമുക്കൊരിക്കലും TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടേം നാച്ചുറലാണ് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ആൻഡ് ഡ്രിവൺ ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ഈ ഒരു TQM പ്രോസസ്സിന് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എപ്പോഴും ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. TQMന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ ടൂൾസ് അതെല്ലാം അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എല്ലാം ഫോം ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. The third one, it aims at bringing about a real cultural change in every facet of the organization. So ഓർഗനൈസേഷൻ്റെ എവറി നുക്ക് ആൻഡ് കോർണറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക എന്നുള്ളതാണ് TQMൻ്റെ മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ്. സോ എല്ലാ TQMൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ TQMൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ അത് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണെന്ന് പറയാം. ആൻഡ് ഫിഫ്ത്ത് വൺ, ഇറ്റ് റിക്വയർസ് എ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഓൾ പ്രോസസ്സ്. എല്ലാ പ്രോസസ്സിലും, ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും, എല്ലാ പ്രോസസ്സുകളിലും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ട്, വേസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻറ്റഗ്രേറ്റ് ദ വാരിയസ് സബ് സിസ്റ്റംസ് ഓഫ് or departments of the organization. As we know, the organization is a set of subsystems. Okay, so organization ഒരുപാട് സബ്സിസ്റ്റംസ് ഉണ്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. സോ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് TQMൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നുണ്ട്. ആൻഡ് സെവൻത്ത് വൺ, it is employee driven. That means it requires involvement and participation of all employees in the organization. So എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ, എംപ്ലോയീസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു TQMൻ്റെ സക്സസ്സിന് നെസസറിയാണ്. ഓക്കെ, നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് TQM. ഫസ്റ്റ് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഓക്കെ, കസ്റ്റമേഴ്സിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആൻഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ TQM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനദർ വൺ, ഓവറോൾ എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ്. സോ TQM വഴി ആക്ടിവിറ്റീസുകളിൽ അല്ലെങ്കിൽ വേസ്റ്റുകൾ മിനിമൈസ് ചെയ്തുകൊണ്ട്
ടോട്ടൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എംപ്ലോയി ഓറിയൻറ്റേഷൻ, എംപ്ലോയീസിന് സിൻസ് എംപ്ലോയീസ് കൂടി ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് ആയത് കാരണം അവർക്ക് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്തരത്തിൽ വേസ്റ്റ് കുറയ്ക്കുകയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ദെൻ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്നാമതായിട്ട് ക്വാളിറ്റി ഈസ് എക്സ്പെൻസീവ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഡക്റ്റ് ആൻഡ് സർവീസുകളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സോ അത് കോസ്റ്റ്ലി അഫെയർ ആണ്. കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് കോസ്റ്റ് വേണ്ടി വരും. ദെൻ ഡിസ്കറേജ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ഡിസ്റപ്ഷൻ, ദെൻ റെഡ്യൂസസ് വർക്കേഴ്സ് ഔട്ട്പുട്ട്, ദെൻ എംപ്ലോയി റെസിസ്റ്റൻസ്. ഏതൊരു പുതിയ കൺസെപ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എംപ്ലോയിൻ്റെ റെസിസ്റ്റൻസിനുള്ള ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ എംപ്ലോയി റെസിസ്റ്റൻസിനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ബാരിയേഴ്സ് ടു TQM സക്സസ്. TQM സക്സസ്സിന് ചില ബാരിയേഴ്സിൽ ചില തടസ്സങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. റോബർട്ട് ജെ മാസ്റ്റർ ഗിവ്സ് ദ കോമൺ പ്രോബ്ലംസ് ദാറ്റ് ലീഡ്സ് ടു ഫെയിലിയർ ഓഫ് TQM. വൺ ബൈ വൺ ആയിട്ട് പറയാം. ലാക്ക് ഓഫ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, ഇനബിലിറ്റി ടു ചേഞ്ച് ദ ഓർഗനൈസേഷണൽ കൾച്ചർ, ഇംപ്രോപ്പർ പ്ലാനിംഗ്, ലാക്ക് ഓഫ് ട്രെയിനിങ് ടു എംപ്ലോയീസ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പ്രോബ്ലംസ് ആൻഡ് ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ineffective measurement and lack of data, inadequate attention to internal and external customers, inadequate empowerment of individuals and lack of teamwork. Okay, ദെൻ നമ്മൾ പറയുന്നത് കോർ കൺസെപ്റ്റ് ഓഫ് TQM എന്നുള്ളതാണ്. സോ ഈ ഒരു TQMൻ്റെ കോറായിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ആദ്യമായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, ദെൻ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, ടോട്ടൽ ടീം വർക്ക്, ട്രെയിനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കണ്ടിന്യൂസ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്, കസ്റ്റമർ ഫോക്കസ് ആൻഡ് റിക്വയർമെൻറ്റ്സ്, എറർ പ്രിവെൻഷൻ, കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ്, റെക്കഗ്നിഷൻ ആൻഡ് മോണിറ്ററി റിവാർഡ്സ്. എന്താണ് ഈ കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേമുമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുന്നതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. സോ TQM ക്വാളിറ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക? സോ അവിടെ ഒരു ബെഞ്ച് മാർക്കിംഗ്, ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു അതുവഴി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് എന്താണ്, TQMൻ്റെ ഒരു കോർ കൺസെപ്റ്റാണ്. ദെൻ റെക്കഗ്നിഷൻ ആൻഡ് മോണിറ്ററി റിവാർഡ്സ്. ഓക്കെ, ദെൻ TQMൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ ഫോക്കസ്, ദെൻ ലീഡർഷിപ്പ്, ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ, പ്രോസസ് അപ്രോച്ചാണ്, സ്ട്രാറ്റജിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, ദെൻ ഫാക്ച്വൽ അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ് ആണ്. കാരണം ഡിസിഷൻസ് എടുക്കുക ഇവിടെ എപ്പോഴും ഫാക്ട് ആൻഡ് ഫിഗേഴ്സിൻ്റെ ബേസിസിലായിരിക്കും. ദെൻ മ്യൂച്വലി ബെനിഫിഷ്യൽ സപ്ലയർ റിലേഷൻഷിപ്പാണ്. ബിക്കോസ് അങ്ങനെ ഇത്തരത്തിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻപുട്ട് എപ്പോഴും അല്ലെങ്കിൽ കിട്ടുന്ന റോ മെറ്റീരിയൽസിന് എപ്പോഴും ക്വാളിറ്റേറ്റീവ് ആയിരിക്കണം. സോ അങ്ങനെ ഇൻപുട്ടിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എൻഷുർ ചെയ്യപ്പെടുക? അവിടെ നല്ലൊരു സപ്ലയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റോ മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് കിട്ടുള്ളൂ. സോ TQM പ്രിൻസിപ്പിൾ വരുന്നത് എന്താണ്? മ്യൂച്വലി ബെനിഫിഷ്യൽ സപ്ലയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നുണ്ട്. ദെൻ TQM പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് ടൂൾസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെഞ്ച് മാർക്കിങ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫേമുമായിട്ടോ കമ്പനിയായിട്ടോ ഓർഗനൈസേഷനായിട്ടോ നമ്മൾ ഓർഗനൈസേഷനുമായി നമ്മളെപ്പോഴും ഒരു കമ്പാരിസൺ നടത്തിയിരിക്കണം. ദെൻ ഫ്ലോ ചാർട്ട്, കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ്, പാരറ്റോ അനാലിസിസ്, കൺട്രോൾ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, സ്കാറ്റർ ഡയഗ്രാം, റൺ ചാർട്ട്, ഇത്തരത്തിലുള്ള ടൂൾസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? TQM പ്രോസസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.